ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. മഹാകവി വള്ളത്തോളിൻ്റെ വരികളിൽ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഏവർക്കും എൻ്റെ കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ 1 കേരളപ്പിറവി ദിനമായി നാം ആചരിക്കുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യമായതിനു ശേഷം ഐക്യകേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ മലയാള പ്രധാന ഭാഷകളായ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവംബർ 1 കേരളപ്പിറവി ദിനമായി നാം ആചരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും മുന്നിലാണ് കേരളം. നിപ്പ വൈറസിനെയും പ്രളയത്തെയും നമ്മൾ അതിജീവിച്ചല്ലോ, അതുപോലെ തന്നെ കൊറോണ വൈറസിനെയും അതിജീവിക്കും. ഒരു നീണ്ട തുരങ്കത്തിനുള്ളിലൂടെ മുന്നിലെന്ത് എന്നറിയാത്ത ഒരു യാത്രികൻ്റെ അവസ്ഥയാണ് കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും. കർശന നിയന്ത്രണങ്ങൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ, അവയ്ക്കിടെ കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാൻ പറ്റിയുള്ള ചിന്തകൾ പോലും തുരങ്കത്തിൻ്റെ മറുവശത്തു നിന്നും അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ പോലെയാണ്. കുടുംബത്തിൻ്റെ പരിഭാവനയും പങ്കുവെക്കലും കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. വീടുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും അവസരമുണ്ടായത് സാമൂഹ്യ ബോധമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തുവാൻ ഉപകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.